ഹായ്, ഇന്ന് 5 തരം ഫെയറി റോസുകളെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 5 തരം ഫെയറി റോസുകളുടെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഫെയറി റോസുകളെന്ന് വെച്ചാൽ അധികം പരിപാലനം വേണ്ടാത്ത, പരിപാലനം കുറവുള്ള ചെറിയ 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 ക്ലസ്റ്ററുകളായിട്ട് പൂക്കുന്ന നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരിനം റോസ് കൂട്ടങ്ങളെയാണ് ഈ ഫെയറി റോസുകൾ എന്ന് പറയുന്നത്. പല കളറുണ്ട്. ഞാൻ ആദ്യം കാണിച്ചത് ഫെയറി പിങ്ക് ആണ്. ഇത് വന്നിട്ട് ഫെയറി ഓറഞ്ച്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഇതിനെ ഓർക്കിഡ് റോസുകളെന്നും പറയപ്പെടുന്നുണ്ട്. ശരിക്കും ഫെയറി റോസുകളാണിത്. നല്ല ഓർക്കിഡ് റോസിൻ്റെ രൂപത്തിൽ നിറച്ചിങ്ങനെ അടുങ്ങി പിടിക്കുന്നതാണ് ഈ ഫെയറി റോസുകൾ എന്ന് പറയുന്നത്. ഇത് ഫെയറി ഓറഞ്ച് ആണ്, റയർ പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ അടിപൊളി തൈകൾ നമുക്കിപ്പോൾ റെഡിയാണ് കേട്ടോ വിൽപ്പനയ്ക്കായിട്ട്. ഫെയറി പിങ്കും റെഡിയാണ്. അതുപോലെ തന്നെ നമുക്ക് 5 നിറങ്ങളിൽ, ഒരുപാട് നിറങ്ങളിൽ ഫെയറി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 5 നിറങ്ങളിലാണ്. അപ്പോൾ 5 നിറങ്ങളെയും ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഫെയറി ഓറഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എനിക്ക് ഫെയറി റോസുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഫെയറി ഓറഞ്ച് തന്നെയാണ് കേട്ടോ. ഇത് ഫെയറി റെഡ്. ഇതാണ് നമ്മൾ ഓർക്കിഡ് റോസ് റെഡ് എന്ന പേരിൽ വിൽപ്പന ചെയ്യുന്നത്. ഫെയറി റെഡാണ് ശരിക്കും. ഇത് കണ്ടില്ലേ, അടുങ്ങി നിൽക്കുന്ന പൂക്കളാണ്. നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് വിരിയുന്നതാണ് ഈ ഫെയറി റെഡ് എന്ന് വെച്ചാൽ. നല്ല ഭംഗിയായിട്ട് കുഞ്ഞലകളാണ്. അധികം പരിചരണം വേണ്ട. 6 മുതൽ 8 മണിക്കൂർ വരെ ഇതിന് സൂര്യപ്രകാശം വേണം ഇത് നന്നായിട്ട് പൂക്കാനായിട്ട്. സീസൺ ഇല്ലാതെ പൂത്ത് തുടങ്ങിയാൽ നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ കൊടുത്താൽ എപ്പോഴും പൂക്കുന്നതാണ് ഈ ഫെയറി റോസ്. നിറച്ചടുങ്ങി പിടിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ കണ്ടില്ലേ എന്തോരം രസമായിട്ടാണ് ഈ ഫെയറി റോസ് പിടിച്ച് നിൽക്കുക. കുറേ ദിവസം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. പിന്നെ അടുത്തത് സൂപ്പർ ഫെയറിയാണ്. ഇതാണ് സൂപ്പർ ഫെയറി. നോർമൽ ഫെയറി റോസിനെക്കാട്ടിയും കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ് ഇതിൻ്റെ പൂക്കൾ. ഫെയറി റോസ് പിടിക്കുന്നത് പോലെ അടുങ്ങി തന്നെയാണ് ഇതും പിടിക്കുക. കണ്ടോ, നല്ല രസമായിട്ട് നിൽക്കുന്ന സൂപ്പർ ഫെയറി റോസുകൾ. ഇലകൾക്കും കുറച്ച് നീളമുണ്ട് കേട്ടോ ഈ സൂപ്പർ ഫെയറി റോസുകൾക്ക്. ഇതും റയറായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് സൂപ്പർ ഫെയറിയുടെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം പൂത്ത് തുടങ്ങാറാവുന്ന വലിയ തൈകൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഓർക്കിഡ് റോസ് റെഡ്, ഫെയറി റെഡിനും വലിയ തൈകൾ തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എല്ലാത്തരം റോസുകൾ, ഈ 4 തരം, മൊത്തത്തിൽ 5 തരം റോസുകളാണ് ഫെയറിയിൽ വരുന്നത്. ഈ 5 തരത്തിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇനി അവസാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഫെയറി വൈറ്റ് ആൻഡ് പിങ്ക് മിക്സിങ് എന്നൊരു കളറാണ് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് കേട്ടോ. ഇതാണ് വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളറാണ്. നല്ല രസമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 5 തരം ഫെയറി റോസുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഫെയറി റോസുകൾ നിങ്ങളുടെ കളക്ഷനിലുണ്ടോ? ഉണ്ടോയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ.